എല്ലാവർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2024 ആദ്യ ചൊവ്വ രാശിമാറ്റം കഴിഞ്ഞിരിക്കുകയാണ്. ഒപ്പം പരിവർത്തന യോഗവും ചൊവ്വ രാശിയിലേക്കുള്ള വ്യാഴൻ്റെ പ്രവേശനവും വ്യാഴം രാശിയിലേക്ക് ചൊവ്വയുടെ പ്രവേശനവും മൂലം നടന്ന പരിവർത്തന യോഗം കുറച്ച് നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് നല്ല സൗകര്യങ്ങൾ കൊണ്ടുവരികയും കുറച്ചു പേർക്ക് മോശം കാലഘട്ടം തുടങ്ങുകയും ചെയ്യുകയാണ്. നമുക്ക് നല്ല കാര്യങ്ങൾ നടക്കുന്ന നക്ഷത്ര ജാതകരെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ ഒന്ന് പങ്കുവെക്കാം. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രേക്ഷകരെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെ ഇരിക്കുക. നന്ദി. നമുക്ക് ആദ്യമായിട്ട് മേടക്കൂറിൽ പിറന്ന അശ്വതി, ഭരണി, കാർത്തിക ഒന്നാം പാദത്തിൽ ജനിച്ച നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. ചൊവ്വയുടെ രാശിമാറ്റം മൂലം പലവിധ ആപത്തുകളിൽ നിന്നും മുക്തി ലഭിച്ചു തുടങ്ങുന്ന സമയമാണ് അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാർക്ക്. വാക്കുദോഷം മൂലം അനുഭവിക്കേണ്ടി വന്ന പല കലഹങ്ങളും അതുമൂലം ഉണ്ടായ മറ്റ് ദോഷങ്ങളും ഇവരെ വിട്ട് ഒഴിയുകയാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ ധനനേട്ടങ്ങൾ ഒരുപാട് ഉണ്ടാകും. തൊഴിൽ രംഗം ലാഭകരമാകും. വ്രണങ്ങൾ, അർശോരോഗം, വാദബന്ധിയായ വേദനകൾ ഇവ ജീവിതത്തിൽ നിന്ന് വിട്ടൊഴിയും. മനസ്സിന് ആഘാതമേൽക്കുന്ന സംഭവങ്ങളെ അതിജീവിക്കും. മാനക്ഷയത്തിന് സാധ്യതയുള്ളതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. പൊതുപ്രവർത്തകർക്ക് സംഘടനകളിൽ സ്ഥാനക്കയറ്റം ലഭിക്കും. പ്രായോഗിക ബുദ്ധി പലപ്പോഴും തോന്നുകയും ഇല്ല. വിവാഹ ആലോചനകൾക്കുള്ള തടസ്സങ്ങൾ നീങ്ങിവരും. വിദ്യാഭ്യാസത്തിനുള്ള ക്ലേശങ്ങൾ മറികടക്കും. മക്കളെ കൊണ്ട് ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാകും. തൊഴിൽ സംബന്ധിച്ച തർക്കങ്ങൾ പരിഹരിക്കപ്പെടും. സുഹൃത്ത് സംഗമം ഉണ്ടാകും. ഭൂമി കൈമാറ്റങ്ങൾ നടക്കും. സഹോദരങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകുമെങ്കിലും അവരുമായിട്ടുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കും. സാങ്കേതിക വിദ്യാഭ്യാസം ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ആയുധങ്ങൾ ഉപയോഗിക്കുമ്പോഴും ശ്രദ്ധിക്കണം. അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്ര ഒന്നാം പാദത്തിൽ ജനിച്ചവർ ദോഷപരിഹാരാർത്ഥം ഭഗവതി ക്ഷേത്രത്തിൽ കുരുതി പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇടവക്കൂറിൽ പിറന്ന കാർത്തിക നക്ഷത്ര ജാതകർ 2, 3, 4 പാദങ്ങൾ, രോഹിണി, മകയിരം 1, 2 പാദത്തിൽ ജനിച്ച നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് കീഴ് ജീവനക്കാരിൽ നിന്നും അനുകൂലമായിട്ടുള്ള ചില നീക്കങ്ങൾ ഉണ്ടാകും. ആനുകൂല്യങ്ങൾ ലഭിക്കേണ്ടതിനുള്ള കാലതാമസം നീങ്ങിത്തുടങ്ങും. ഭാര്യാഭർത്തൃ കലഹങ്ങൾ ജീവിതത്തിൽ നിന്ന് വിട്ടൊഴിയും. നേതൃരോഗം, ഹൃദയബന്ധിയായ അസുഖങ്ങൾ, ഉദരവ്യാധി ഇവ ശ്രദ്ധിക്കണം. ശസ്ത്രക്രിയകൾ കഴിവതും ഒഴിവാക്കണം. കാര്യതടസ്സങ്ങൾ ഒരു പരിധിവരെ മാറിക്കിട്ടും. മക്കളെ കൊണ്ട് സമ്മിശ്ര ഫലങ്ങളായിരിക്കും ഇവർക്ക് ലഭിക്കുക. ധനപുഷ്ടി ഉണ്ടാകും. സത്കർമ്മങ്ങൾക്കായിട്ട് പണം ചിലവഴിക്കേണ്ടി വരും. പലവിധ ദുഃഖ അനുഭവങ്ങളും ഉണ്ടാകാൻ സാധ്യതകളുണ്ട്. വഴിയാത്രക്കിടയിൽ തടസ്സങ്ങൾ ഉണ്ടാകും. ശത്രുക്കളുടെ ഉപദ്രവം കുറഞ്ഞു തുടങ്ങും. തൊഴിൽ രംഗം അത്ര മെച്ചമായിരിക്കില്ല. തൊഴിൽ രംഗത്ത് പണം കൂടുതൽ ചിലവഴിക്കേണ്ടതായിട്ട് വരും. വിദ്യാഭ്യാസത്തിനുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടും. ഉദ്യോഗാർത്ഥികൾക്ക് വിദേശ ജോലിക്കായിട്ട് ശ്രമിക്കാനും നല്ല സമയമാണ്. ദോഷപരിഹാരാർത്ഥം വിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി മകയിരം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. മകയിരം നക്ഷത്ര ജാതകർ 3, 4 പാദങ്ങൾ, തിരുവാതിര, പുണർദം 1, 2, 3 പാദത്തിൽ ജനിച്ചവർ മിഥുനക്കൂറുകാരാണ്. മിഥുനക്കൂറിലെ 3 നക്ഷത്ര ജാതകർക്കും ബന്ധുജനങ്ങളുമായിട്ട് ഐക്യത്തോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കും. സേവന പ്രവർത്തനങ്ങൾക്കും മറ്റും ഉള്ള തടസ്സങ്ങൾ നീങ്ങിത്തുടങ്ങും. വീട്ടിൽ സ്വസ്ഥത വർദ്ധിക്കും. ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാകും. അച്ഛനോ തത്തുല്യവർ ആയവർക്കോ ഉള്ള രോഗാരിഷ്ഠിതകൾ നീങ്ങും. ബുദ്ധിസാമർഥ്യം പ്രകടമാക്കാൻ സാധിക്കും. പൊതുവെ കലഹ സ്വഭാവമായിരിക്കും. ആഭരണങ്ങളും മറ്റ് അലങ്കാര വസ്തുക്കളും വാങ്ങാൻ സാധിക്കും. ഉദരവ്യാധിക്ക് പ്രത്യേകം ചികിത്സ വേണം.
കൂടുതൽ കാൽനട യാത്രകൾ വേണ്ടിവരും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ നല്ല സമയമാണ്. ചഞ്ചല മനസ്കരായിരിക്കും. ഒന്നിലും ഉറച്ച തീരുമാനം എടുക്കാൻ പറ്റുകയില്ല. വാദബന്ധിയായ വേദനകൾക്ക് സാധ്യതകൾ ഉണ്ട്. കവിതാക്കളുടെ ആഗ്രഹം സഫലമാകും. ദോഷപരിഹാരാർത്ഥം ഭഗവതിക്ക് ചെത്തിപ്പൂമാല ചാർത്തി പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം. ഇനി കർക്കിടകക്കൂറിലെ പുണർദം 4-ാം പാദം, പൂയം, ആയില്യം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. വീട്ടിൽ സ്വസ്ഥത നിറഞ്ഞൊരു അന്തരീക്ഷമായിരിക്കും ചൊവ്വ രാശിമാറ്റത്താൽ ഇവർക്ക് പ്രധാനമായിട്ടും ലഭിക്കുന്നത്. ഗൃഹനിർമ്മാണത്തിനായിട്ട് ശ്രമിക്കുന്നവർക്ക് സാഹചര്യം അനുകൂലമായിട്ട് ലഭിച്ചു തുടങ്ങും. സഹോദര ബന്ധങ്ങൾ മോശപ്പെടാൻ സാധ്യതയുണ്ട്. പലവിധ ദുഃഖ അനുഭവങ്ങൾക്കും സാധ്യതയുണ്ട്. മക്കളുടെ ആരോഗ്യസ്ഥിതിയിൽ ആശങ്കകൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. കാര്യസാധ്യങ്ങളും ഉണ്ടാകും. പലവിധ ഭാഗ്യ അനുഭവങ്ങൾക്കും സാധ്യതയുണ്ട്. കലഹവാസന കുറഞ്ഞു തുടങ്ങും. ചെയ്യുന്ന പ്രവൃത്തികൾ പ്രതീക്ഷിക്കുന്ന സമയത്ത് മുഴുവിക്കാൻ സാധിക്കും. വാദബന്ധിയായ അസുഖങ്ങൾ കുറഞ്ഞു തുടങ്ങും. ബന്ധുജനങ്ങളുമായിട്ട് കൂടിച്ചേരാൻ അവസരം ഉണ്ടാകും. വളരെ കാലമായിട്ട് അകന്നു കഴിയുന്ന സുഹൃത്തുക്കളുമായിട്ട് ബന്ധപ്പെടാൻ സാധിക്കും. നാൽക്കാലി വളർത്തൽ ലാഭകരമാകും. തൊഴിൽ രംഗത്ത് നിന്നുള്ള വരുമാനം മെച്ചപ്പെടും. ദൂരയാത്രകൾ വേണ്ടിവരും. യാത്രകൾ വളരെ സൂക്ഷിച്ചു വേണം നടത്താൻ. ദോഷപരിഹാരാർത്ഥം ശിവങ്കർ മൃത്യുഞ്ജയ മന്ത്രപുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം കർക്കിടകക്കൂറുകാർ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ചിങ്ങക്കൂറിൽ പിറന്ന മകം, പൂരം, ഉത്രം 1-ാം പാദത്തിൽ ജനിച്ച നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. ധനനേട്ടങ്ങൾ ധാരാളമായിട്ട് ഉണ്ടാകും. സഹോദരങ്ങൾക്ക് അഭിവൃദ്ധി പ്രതീക്ഷിക്കാം. വീട്ടിൽ കലഹ അന്തരീക്ഷം കുറഞ്ഞു തുടങ്ങും. മനസ്വസ്ഥത കുറയും. ദാമ്പത്യ ബന്ധത്തിലെ സ്വരച്ചേർച്ച മാറിവരും. മനോദുഃഖങ്ങൾ കുറഞ്ഞു തുടങ്ങും. ദൂരയാത്രകൾ വേണ്ടിവരും. അലച്ചിലും ബുദ്ധിമുട്ടുകളും ജീവിതത്തെ വിട്ടൊഴിയും. എല്ലാ കാര്യങ്ങളും വളരെ വേഗത്തിൽ വന്നു ചേരും. അപ്രതീക്ഷിതമായ ചില ഭാഗ്യ അനുഭവങ്ങളും കാര്യസാധ്യങ്ങളും ചൊവ്വ രാശിമാറ്റത്താൽ പ്രതീക്ഷിക്കാം. ബന്ധുക്കൾ അകന്നു പോകുന്നതിൻ്റെ വിഷമം കഠിനമാകും. വാതരോഗങ്ങൾ, പ്രമേഹം ഇവ ശ്രദ്ധിക്കണം. മക്കൾക്ക് സുഖ അനുഭവങ്ങൾക്കിടയുണ്ട്. സ്ഥാനക്കയറ്റങ്ങൾ ലഭിക്കാം. വിവാഹം തുടങ്ങിയ മംഗളകർമ്മങ്ങൾക്കുള്ള താമസം നീങ്ങിത്തുടങ്ങും. ബാങ്ക് ലോണിന് അപേക്ഷിക്കും. കാലതാമസങ്ങൾ വിട്ടൊഴിയും. കർമ്മമണ്ഡലം മെച്ചപ്പെടും. തൊഴിൽ സ്ഥലത്തെ കലഹങ്ങൾ മാറും. അഗ്നിബാധ ഇവ പ്രതീക്ഷിക്കണം. ഗൃഹ ഉപകരണങ്ങൾ കേടുവരാൻ ഇടയുണ്ട്. ദോഷപരിഹാരാർത്ഥം ഭഗവതിക്ക് ഭാഗ്യസൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി കന്നിക്കൂറിൽ പിറന്ന ഉത്രം നക്ഷത്ര ജാതകർ 2, 3, 4 പാദങ്ങൾ, അത്തം, ചിത്തിര 1, 2 പാദത്തിൽ ജനിച്ച നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. ധനാഗമങ്ങൾ ധാരാളമായിട്ട് ഉണ്ടാകും. തിരികെ കിട്ടാനുള്ള പണം കൃത്യസമയത്ത് ലഭിക്കും. സഹോദരങ്ങൾക്ക് അഭിവൃദ്ധി പ്രതീക്ഷിക്കാം. മക്കളെ കൊണ്ടുള്ള ആദി കുറഞ്ഞു തുടങ്ങും. കുറേയൊക്കെ കാര്യസാധ്യങ്ങൾ ഉണ്ടാകും. തർക്ക വിഷയങ്ങളിൽ വിജയം വരിക്കും. ആദരവും അംഗീകാരവും ലഭിക്കും. വലിയ ദുഃഖ അനുഭവങ്ങൾക്കിടയുണ്ട്. കൂടുതൽ യാത്രകൾ വേണ്ടിവരും. ബന്ധുജനങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും. സുഖ അനുഭവങ്ങൾക്കുള്ള തടസ്സങ്ങൾ നീങ്ങും. അവിചാരിതമായി ധനം വന്നു ചേരും. തലവേദന, ചെവിവേദന, കാല്, പാദങ്ങൾ വിണ്ടുകീറുക ഇവയ്ക്കും സാധ്യതകൾ കൂടുതലാണ്. ശരീരക്ഷീണവും കണ്ണുകൾക്കുള്ള കാഴ്ചക്കുറവും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കന്നിക്കൂറുകാർ ദോഷപരിഹാരാർത്ഥം സർപ്പ ആരാധനാ കേന്ദ്രത്തിൽ മഞ്ഞൾപ്പൊടി ചാർത്തി സർപ്പസൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഈ ദിവസങ്ങളിൽ ശ്രദ്ധിക്കണം. ഇനി തുലാക്കൂറിലെ ചിത്തിര നക്ഷത്ര ജാതകർ 3, 4 പാദങ്ങൾ, ചോതി, വിശാഖം 1, 2, 3 പാദത്തിൽ ജനിച്ചവരെ കുറിച്ച് നോക്കാം. ധനാഗമങ്ങളും പലവിധ ഐശ്വര്യ അനുഭവങ്ങളും ഉണ്ടാകും. വീട്ടിൽ സ്വസ്ഥമായ അന്തരീക്ഷം ലഭിക്കും. മനസ്സിൽ ദുഷ്ചിന്തകൾ കൂടുതലാകും. സ്ഥാനക്കയറ്റം ലഭിക്കും. അധികാര സ്ഥാനങ്ങളിൽ നിന്ന് പലവിധ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. വാക്കുദോഷം കൊണ്ട് ശത്രുക്കൾ കൂടുതലാകും. സുഗന്ധദ്രവ്യങ്ങൾ, നൂതന വസ്ത്രങ്ങൾ, അലങ്കാര വസ്തുക്കൾ തുടങ്ങിയവ ലഭിക്കും. തൊഴിൽ രംഗം സമ്മിശ്രമായിരിക്കും.
മക്കളെ കൊണ്ടുള്ള മനോവിചാരം കുറഞ്ഞു തുടങ്ങും. മക്കൾക്ക് ദൂരസ്ഥലങ്ങളിൽ ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. തുലാക്കൂറുകാർ ദോഷപരിഹാരാർത്ഥം ദുർഗാക്ഷേത്രത്തിൽ വനദുർഗാ മന്ത്രപുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക.